അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണിത്. അൽഹംദുലില്ലാഹ് ഇന്നലെ നൈറ്റ് ഞാൻ UAE തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 മാസമായി നാട്ടിൽ. വരുന്നതിൻ്റെ തലേന്ന് പല അറേഞ്ച്മെൻറ്റ്സും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഈ ഒരു വിൻഡോൻ്റെ അടുത്തെല്ലാം വന്നിങ്ങനെ ഇതൊക്കെ, കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ല ഇനി ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഭയങ്കര മിസ്സിങ് ആണ് ഉണ്ടാറ്. വീട് പൂട്ടിയിട്ട് വരുമ്പം ഭയങ്കര സങ്കടമാണ്. ഇങ്ങോട്ട് വരാതെയും പറ്റില്ലല്ലോ. എനിക്കിവിടെയും ഇവിടെ വരുന്നതും സന്തോഷമാണ്. പക്ഷെ എന്നിരുന്നാലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരുമ്പം ഭയങ്കര സങ്കടമാണ്. ഉമ്മയും ഉപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പോകുന്ന ടൈമിൽ അവരവിടെ ഉണ്ടാകാറുണ്ട്. ഉപ്പയാണ് മിക്കവാറും അവിടെ എയർപോർട്ടിലേക്ക് വരാറ്. ലാസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള പ്രോഡക്ട്സിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ അതിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ. അപ്പോൾ അത് ഞാനും ഉമ്മയും കൂടി പോയി ഡെലിവറി ചെയ്ത ആ ഒരു പ്രോഡക്റ്റാണിത്. മാത്രമല്ല നാട്ടിൽ റെഡി സ്റ്റോക്കുള്ള ഒരു സെറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സെല്ല് ചെയ്ത, അതായത് നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. കോർക്ക്മാസിൻ്റെ ഗ്രാനൈറ്റ് സെറ്റ്. ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും എൻക്വയറി വരുന്നൊരു പ്രോഡക്റ്റാണ്. ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്, അതുപോലെ സോൾഡ് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെയാണ്. എനിക്ക് കാരണം ഇത് മുൻപ് പല വീഡിയോസിലായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞങ്ങൾക്ക് അതിന് സ്ക്രീൻ റെക്കോർഡൊക്കെ ഇടുന്നതിനേക്കാളും ഞാൻ ഡയറക്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് 7 പീസ് വരുന്ന സെറ്റാണ്. 3 കുക്കിംഗ് പോട്ടും പിന്നെ ഒരു ഫ്രൈങ് പാനും. ആവശ്യമുള്ളവർ തന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വാട്സപ്പ് ലിങ്കും ഫോൺ നമ്പറും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെറ്റ് വീണ്ടും ചോദിച്ച് വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്റ്റോക്ക് ഉണ്ടല്ലോ നാട്ടിൽ. മാത്രമല്ല കുറച്ച് സെറ്റ്സൊക്കെ ഞാൻ കൊറിയർ ഓഫീസിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. പ്രൈസും ഡീറ്റെയിൽസും അറിയണമെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തലേന്ന് ഉണ്ടായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ആണിത്. ഗ്രോസറി ഐറ്റംസ് എല്ലാം പലതും ബാക്കി ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒഴിവാക്കി, അതായത് ആവശ്യമില്ലാത്തെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഗ്രോസറി എല്ലാം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. കാരണം ഉമ്മയും ഉപ്പയും ഇടയ്ക്ക് വീട്ടിൽ പോയി താമസിക്കും. ആ സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആകെ പച്ചക്കറി, പാല്, മുട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ആ ഒരു ടൈം അവർ കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹ് അടുത്ത് നമ്മുടെ വിൻ്റർ വെക്കേഷന് വരുന്നുണ്ടല്ലോ, ഡിസംബറിൽ. ആ സമയത്ത് എന്തായാലും നാട്ടിൽ വരാനുള്ള പ്ലാൻ ഉണ്ട്. സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഗ്രോസറി ഇനിയിപ്പം ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഒരു 2 മാസം 2-2.5 മാസമല്ലേ, ഫ്രിഡ്ജിലാകുമ്പോൾ ഒന്നും കേടാവാതെ നമുക്കവിടെ നല്ല സേഫായിട്ട് അവിടെ നിന്നോളും. മാത്രമല്ല ഒരു ബോക്സിലായിട്ട് ഉമ്മ കൊണ്ടുപോകേണ്ട സാധനം, അതായത് തിരിച്ച് വരുമ്പം മോശമാകാൻ ചാൻസ് ഉള്ള സാധനങ്ങളെല്ലാം ഒരു ബോക്സിലാക്കി വെച്ച് കൊടുത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു ഉമ്മ പോകാൻ നേരത്ത് അതൊരു പാക്കറ്റിലെടുത്തിട്ട് എടുത്തോളൂ എന്നുള്ളത്. ഓൾറെഡി ഓപ്പൺ ചെയ്ത ഐറ്റംസ് എല്ലാം ആണെങ്കിൽ ചിലപ്പം ഈ ഒരു ഗ്യാപ്പിൽ മോശമാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രിഡ്ജെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഉമ്മ എപ്പോഴായാലും ഉമ്മയും ഉപ്പയും വന്ന് താമസിക്കുകയാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോയത് ഞാനും ഉപ്പയാണ് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫും അവരൊക്കെ നമുക്ക് അവിടെ നിന്ന് അടുത്തടുത്താണ് താമസിക്കുന്നത്. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിക്സഡ് ഇമോഷനിലാണ് ഞാൻ ഉണ്ടായത്. തിരിച്ചു പോകുന്നതിൻ്റെ സങ്കടമുണ്ട്, അതായത് വീട് വിട്ട് പോകുന്നതിൻ്റെ സങ്കടം. UAE എത്തുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഹസ്ബൻഡും ഇനായും മോനും മാത്രമാണല്ലോ ഉണ്ടായത്. ഒരു മിനിമം ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ എപ്പോഴും എനിക്ക് നാട്ടിൽ അൽഹംദുലില്ലാഹ് വരാൻ പറ്റാറുണ്ട്. അതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. വീട് എടുത്തതിന് ശേഷം ആ ഒരു രീതിയിൽ തന്നെ വരാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തത്. ഞാൻ ഉപ്പയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ആകെ ഒരു 10 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു ക്വിക്ക് വീഡിയോ ആണെങ്കിലും കൂടി ഇങ്ങനൊരു വീഡിയോ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം പലരും എൻ്റെ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതാണ്. UAE വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ വർക്ക്സും കാര്യങ്ങളും ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം ശരിക്കും വേറൊന്നും ഇല്ലല്ലോ, വേറൊരു എൻഗേജ്മെൻറ്റ്സും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പോവും.
അൽഹംദുലില്ലാ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ലാൻഡ് ചെയ്ത ഏരിയയിൽ നിന്ന് ഇമിഗ്രേഷനിലേക്ക് നല്ല ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബഗ്ഗിയിൽ കയറി അവിടെ ഇരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്തി, അല്ലെങ്കിൽ കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും അൽഹംദുലില്ലാ ഹസ്ബൻഡും മോനും ഇനായും അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിങ്ങിലേക്ക് എത്തി. അപ്പോഴേക്ക് അവർ ഞാൻ പറഞ്ഞു കൊടുത്ത സ്പോട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനായ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ വന്നതിൽ ഏറ്റവും സന്തോഷിച്ചത് ഇനായാണ്. അവൾക്ക് ഞാനില്ലാണ്ട് ഇവിടെ നിൽക്കൽ ഭയങ്കര വിഷമമാണ്. എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോർക്ക്മാസ് ഗ്രാനൈറ്റ് സെറ്റ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ലിങ്കും ഫോൺ നമ്പറും എല്ലാം തന്നെ അതിലേക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.